നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീകൾക്ക് രണ്ട് വിധത്തിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാം. ഒന്ന്, എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, എനിക്ക് ഈ ചുമതലകളൊന്നും വഹിക്കാൻ വയ്യ, അങ്ങനെയുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഗർഭധാരണത്തിനേ പോകാത്ത പെൺകുട്ടികളുണ്ട്. ഒന്ന്. രണ്ടാമത്, എത്ര വിചാരിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നാൽ, അതായത് ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഗർഭവതികൾ ആകാതിരുന്നാൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മൾ ഈ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഗർഭമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഒരാൾ ഗർഭിണിയാകുന്നേ ഇല്ല എന്ന് വിചാരിക്കുക. ഗർഭിണിയാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ശാരീരിക പ്രക്രിയകളൊന്നും നിന്നു പോവില്ല. എല്ലാ മാസവും ഒരു ഈ മാസം വലത്തെ അണ്ടാശയത്തിൽ നിന്നാണെങ്കിൽ അടുത്ത മാസം ഇടത്തെ അണ്ടാശയത്തിൽ നിന്ന് ഒരു അണ്ടം പൊട്ടും. അണ്ടം പൊട്ടുന്നു എന്ന് പറയുന്ന പ്രക്രിയ അണ്ടാശയത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ടാണ് അണ്ടം പൊട്ടി വെളിയിൽ വരുന്നത്. അപ്പോൾ ആ മുറിവ് അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ സെൽസ് ഇങ്ങനെ കൂടുതൽ വരികയും അത് ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും അങ്ങനെയൊക്കെ ഒരു സംഭവം അതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പ്രഗ്നൻ്റേ ആകുന്നില്ല എന്ന് വിചാരിച്ചോളൂ, ഗർഭിണിയെ ആകുന്നില്ല. അപ്പോൾ എല്ലാ മാസവും ഈ അണ്ടാശയത്തിൻ്റെ പുറത്ത് ഈ മുറിവുണ്ടാവുകയും ആ മുറിവിനെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അനുസ്യൂതമായിട്ട് ഈ അണ്ടോൽപാദനം എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഈ അണ്ടാശയത്തിൻ്റെ പുറത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു കോശങ്ങളുടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക സമയത്ത് ഈ ആക്ടിവിറ്റി മാറി ക്യാൻസറിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് ഒന്ന്. അപ്പോൾ കുട്ടികളെ ഉണ്ടാകാത്തവർക്ക്, അത് നമ്മളുടെ ചോയ്സ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണെങ്കിലും, അങ്ങനെയുള്ള അണ്ടാശയത്തിൽ ഓവറിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ, അത് ഇപ്പോൾ അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കുന്നില്ല, 45 ദിവസം 50 ദിവസം 60 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അണ്ടോൽപാദനം നടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നടക്കുന്നേ ഇല്ല എന്നുള്ളവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അണ്ടോൽപാദനം നടക്കാത്തപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ആ ഈസ്ട്രജൻ പോയി ഗർഭപാത്രത്തിനകത്തൊരു പാടയുണ്ട്. ആ പാടയിലെ കോശങ്ങളെ എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കോശങ്ങളുടെ നമ്പർ കൂടും, വണ്ണം കൂടും, കട്ടി കൂടും. ഒരു സ്റ്റേജ് വരുമ്പോൾ അത് യൂട്രസിലെ ക്യാൻസറായിട്ട് മാറും. അപ്പോൾ യൂട്രസിലെ ക്യാൻസറിനും അണ്ടാശയത്തിലെ ക്യാൻസറിനും ഈ വന്ധ്യത, നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന വന്ധ്യതയാണെങ്കിലും നിവർത്തികേട് കൊണ്ടുണ്ടാകുന്ന വന്ധ്യതയാണെങ്കിലും ഈ രണ്ട് ക്യാൻസറിനും അത് വഴിവെക്കുന്നു. മാത്രവുമല്ല, ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മാനസികാരോഗ്യത്തിനേക്കാൾ നമ്മളൊക്കെ വയസ്സായി കഴിയുമ്പോഴുള്ള മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ബൈ ചോയ്സ് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ഒന്നും കൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. നന്ദി, നമസ്കാരം.